ലിജിയേ, ലിജിമോളെ, നിന്നെ വളർത്തി വഷളാക്കിയത് ഞാനാണ് ഒന്നാമത് പപ്പ പറയുന്നത്. നീ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നീ അപ്പുറത്തെ മുരുകനെ മറക്കണം. ദേ, 2 ആഴ്ചക്കുള്ളിൽ എനിക്ക് സ്റ്റേറ്റ്സിൽ പോകേണ്ട കാര്യം നിനക്ക് അറിയാമല്ലോ. എന്റെ ദൈവമേ, ഈ കൊച്ചിനെ ഒറ്റയ്ക്കാക്കി ഞാൻ എങ്ങനെ പോകും? ആളൊരുത്തന്റെ കയ്യിൽ ഏൽപ്പിക്കാതെ എനിക്ക് സമാധാനം കിട്ടോ? സാരമില്ല, വർക്കിച്ചേട്ടനല്ലേ ഏറ്റിട്ടുണ്ടല്ലോ. എക്സ്ക്യൂസ് മീ, ഇതാണോ വിജിമോളുടെ വീട്? അതെ. ഞാൻ വർക്കിച്ചേട്ടൻ പറഞ്ഞിട്ട് വന്നതാ. വർക്കിച്ചേട്ടൻ പറഞ്ഞിട്ട് വന്നാണോ? വർക്കിച്ചേട്ടൻ പറഞ്ഞിട്ട് വന്നല്ല, വർക്കിച്ചേട്ടൻ പറഞ്ഞിട്ട് വന്നതാ. അയ്യോ, നിങ്ങളുടെ കാര്യം ഞാനിപ്പോ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. അന്ന് എന്റെ പേരെന്താ? പേര് പറയാതാ പറഞ്ഞേ. അത് കുഴപ്പമില്ല. എനിക്കൊരു സംശയം. രണ്ടും വന്നു കഴിയപ്പോഴേ ഈ വീടിന്റെ മുറ്റൊരു ചൈനക്കാരനെ അപ്പൂപ്പനിരിക്കുന്നത്. അയ്യോ, അത് ചൈനക്കാരൻ അപ്പൂപ്പനല്ല, എന്റെ സ്വന്തം അപ്പൂപ്പന. ഒരു ദിവസം രാത്രി പുള്ളിക്ക് ചൂടെടുക്കണം പറഞ്ഞോണ്ടേ മിറ്റത്തിറങ്ങി കിടന്ന പട്ടി ഒന്ന് മൂക്കം കടിച്ചോണ്ട് പോയി. അതാണ് ഒരു ചൈനക്കാരന്റെ ഷേപ്പ് അല്ലേ? മാത്രമല്ല, സംസാരം അതുപോലെ തന്നെ. നിങ്ങളുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? എന്റെ ഹസ്ബൻഡ് സ്റ്റേറ്റ്സിലാ. പുള്ളി എന്താ ചോക്കാണോ? അല്ല, സ്ലേറ്റിലാണെന്ന് പറഞ്ഞു. സ്റ്റേറ്റ്സിലാന്നാ പറഞ്ഞത്. ഇയാളെന്താ വരാൻ വൈകിയത്? ഞാൻ എന്റെ അപ്പൂപ്പനെ കൊണ്ട് ആശുപത്രി പോയതാ. അപ്പൂപ്പനെ മദ്യമാണെന്ന് കരുതി പൂവിനടിക്കുന്ന മരുന്നെടുത്ത് കഴിച്ചെന്നേ. എന്നിട്ട് ഇപ്പൊ 27,000 വണ്ടുകൾ തൊണ്ടയിൽ കൂടൂട്ടിന്നാ പറഞ്ഞു കേട്ടത്. കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അവിടെ ഇവിടെ കേട്ട് തേൻ വിളിക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഇങ്ങനെ കാര്യം പറഞ്ഞോണ്ട് എന്നാ മതിയോ ലിജിമോളെ എന്ന്? ലിജിമോളെ കാണാൻ വേണ്ടിട്ടാണല്ലോ ഞാൻ വന്നത്. ഇവിടുത്തെ കുട്ടി ആയതുകൊണ്ട് പറയുമല്ല, നല്ല സ്വഭാവം. അല്ല, ഇങ്ങോട്ട് വിളിക്കുമ്പോ അങ്ങോട്ട് പോകും. എന്നാ പിന്നെ അങ്ങോട്ട് പോയി വിളിച്ചാ പോരായോ? അങ്ങോട്ട് വിളിക്കാം. അങ്ങോട്ട് പോയി വിളിച്ചാ. ലിജിമോളെ, ഞാൻ വിളിക്കുവായിരുന്നല്ലോ. ലിജിക്കുട്ടി. പൂച്ച 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 പെണ്ണെ പുലിയാണോ ഞാൻ, നിന്നെ എലിയാക്കും ഞാൻ, കളിവില്ലൊന്നുണ്ടാക്കും ഞാൻ. ഇത്ര പെട്ടെന്ന് ഇണങ്ങിയോ? ഇണങ്ങാത്ത ഏത് മൃഗത്തെയും പെട്ടെന്ന് ഞാൻ നടക്കുന്നതാണ് ഈ പൂച്ചക്കണ്ണൻ. സൂക്ഷിക്കണേ. പിന്നെ പൂച്ചയുടെ മുള കടിച്ചിട്ടാണ് പോണത്. അങ്ങനൊന്നും പറയരുത്. ഒരു അനുസരണത്തെ പൂച്ചേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇയാളെങ്ങനെ നോക്കൂടോ ഇതിനെ? അതാണ്. ഇണങ്ങാത്ത ഏത് മൃഗങ്ങളെയും ഇണക്കാളാ വഴിയൊക്കെ എന്റെ കയ്യിലുണ്ട്. ഇത് ഇപ്പൊ കാണിച്ചു തരാം. ഇതൊക്കെ കണ്ടേ ഞെട്ടരുതട്ടാ. ദേ, ഇതാണ് പൊരിച്ച മീൻ ഡമ്യ. ഇത് ഞാൻ പൂച്ചയെ കാണിക്കുന്നു, കൊതിപ്പിക്കുന്നു, മെരിക്കുന്നു. നിങ്ങളുടെ വേറെ സാധനം ഇതെന്താ? പൊരിച്ച ചിക്കന്റെ കാല്. ഇത് ഡമ്യ. ഇത് ഞാൻ പട്ടിയെ കാണിക്കുന്നു, കൊതിപ്പിക്കുന്നു, മെരിക്കുന്നു. ഒരു മിനിറ്റ്. ദേ, ഇത് കണ്ടോ? മനുഷ്യന്റെ വിരല. ഡമ്മി ആയിരിക്കും അല്ല, ഒറിജിനല. അവളെ പറഞ്ഞു പറ്റിച്ച് എനിക്ക് അടിച്ചെടുത്തോണ്ട് വന്നതാ. അപ്പൊ ഡമ്മി വേണ്ട. താനും വേണ്ട. എവിടെ ഒരു കുഞ്ഞു പൂച്ച നോക്കാൻ വയ്യാത്ത ഇവിടെ ഉള്ള വലിയ മൃഗങ്ങളെ എങ്ങനെ നോക്കൂടോ? അങ്ങനെ പറയല്ലേ. എനിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്ത്? എനിക്ക് സംസാരിക്കാൻ അറിയാം. ഇത്ര നേരം അപ്പൊ ഇങ്ങനെയാണോ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്? അങ്ങനെയല്ല, എനിക്ക് മൃഗങ്ങളുടെ ഭാഷ സംസാരിക്കാൻ അറിയാം. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ജിജിമോളെ. ഇയാളിപ്പൊ തെറിയല്ലോടോ വിളിച്ചത്? അതെ, മനുഷ്യനായാലും ശരി മൃഗാലും ശരി എന്നെ തെറി വിളിച്ചാൽ ഞാൻ തെറി വിളിക്കും. ഇത് കൊടുങ്ങല്ലൂർ മരിച്ച പൂച്ചയാണത്. അല്ല, ആ വഴി കൊണ്ടുവന്ന പൂച്ചയാ. ഒരുമാതിരി മെനകെട്ട പൂച്ചണ്ടാ. അങ്ങനൊന്നും പറയരുതോ. സത്യം പറഞ്ഞ ഈ മൃഗങ്ങളിൽ നമുക്ക് പലതും പഠിക്കാനുണ്ട്. ഞാൻ സ്കൂളിൽ പോയിട്ട് പഠിച്ചില്ല, പിന്നെ മൃഗങ്ങളുടെ കയ്യിൽ പഠിക്കുന്നത്. താൻ ആ കൂട്ടി കിടക്കുന്ന ലവ് ബേർഡ്സിനെ കണ്ടോ? കുറച്ചു നേരം അതിനെ നോക്കി എന്നാ സ്നേഹം എന്താന്നും പ്രണയം എന്താന്നും പ്രണയത്തിന്റെ വികാരങ്ങൾ എന്താന്നും മനസ്സിലാവും. നല്ല വികാരം ഉണ്ടാ. ഒരു ലവ് ബേർഡ്സ് ആ ചിറകിന്റെ അടിയിരിക്കുന്നു, കൊക്കുകൾ ഒരുങ്ങുന്നു. അവരുടെ ചുണ്ടുകൾ തമ്മിൽ ലോക്കായി. കുഞ്ഞ കിളിയുടെ വരെ സീൻ പഠിക്കുന്നല്ലോ. കോഴിക്കണ്ണൻ അച്ഛൻ, ഞാൻ പൂച്ചക്കണ്ണൻ. എടാ, ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ കുറച്ചു നേരം അതിനെ നോക്കിക്കഴിഞ്ഞാൽ അവറ്റകൾ നമ്മളെ സ്നേഹിച്ച അവറ്റകൾ നമ്മളെ തിരിച്ച് സ്നേഹിക്കും. പണ്ട് ഇതുപോലെ എവിടെ നിന്നോ ഒരു തത്ത വന്നു. അത് എന്റെ കൂടെ കുളിക്കത്തുള്ളൂ, എന്റെ കൂടെ കഴിക്കത്തുള്ളൂ, എന്റെ കൂടെ കിടക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് എവിടെ നിന്നോ ഒരു പട്ടിക്കുഞ്ഞു വന്നു. അത് ഇതുപോലെ എന്റെ കൂടെ കുളിക്കത്തുള്ളൂ, എന്റെ കൂടെ കഴിക്കത്തുള്ളൂ, എന്റെ കൂടെ കിടക്കത്തുള്ളൂ. ഞാനിപ്പോ എവിടുന്നോ വന്ന് നിൽക്കുക. ഞാനാണ് കുളിച്ചിട്ടില്ല, കഴിച്ചിട്ടില്ല, ഒന്ന് കിടന്നാ കൊള്ളാന്നുണ്ട്. അതല്ല, ഇന്നലെ രാത്രി ബസ്സിൽ കയറുന്ന ഒരു പോലെ കണ്ണടച്ചിട്ടില്ലാന്നേ. അതെ, ഇപ്പൊ എന്തിനാ അർജന്റായിട്ട് സ്റ്റേറ്റിൽ പോണത്? ഒരുപാട് നാളത്തെ ആഗ്രഹമാ നാസ വരെ ഒന്ന് പോണം, ഒരു റോക്കറ്റിലൊന്ന് കയറണം. ശിഷ്ടകാലം ബഹിരാഷ്ട്രത്തങ്ങ് കഴിഞ്ഞുകൊള്ളാം. അത് 2 ആഴ്ച കണ്ടു വരുന്നാണ് പറഞ്ഞത്. 2 ആഴ്ച കൊണ്ട് ഞാൻ വരും. 2 ആഴ്ച കണ്ടു വരണേ. ഇത് കണ്ട് എനിക്ക് ഡിനോസറിനെ മെരുക്കാൻ വേണ്ടി പോകണതാ. അതിന് ഡിനോസർ വംശനാശം സംഭവിച്ച ജീവിയല്ലോടോ. അത് എന്റെ കുഴപ്പം കൊണ്ടാണ്. ഇയാളുടെ പറച്ചിട്ടൊന്നും ഡിനോസറിനെ ഞാനൊക്കെ ഒന്നും കാര്യം. ഡിനോസറൊക്കെ ജീവിച്ചിരിപ്പണില്ല, ഡിനോസറിനെ മെരിക്കേണ്ടത് ഞാനാ. ദാമോദരന്റെ അച്ഛൻ. താൻ പറഞ്ഞ ശരിയാ. ഞാൻ ചുമ്മാ പറഞ്ഞ ഡിനോസർ ദാമോദരന്റെ അച്ഛനല്ല. അതല്ല, ഓരോ ജീവികളും മരിച്ചു പോകുമ്പോഴും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വിഷമമാണ്. എനിക്കാണെങ്കിൽ ഇറച്ചിക്കടയുടെ വാതിൽ കണ്ടാലേ മനസ്സിനൊരു വിങ്ങല. ഇതെന്തത്? ഇന്നത്തെ ചിക്കൻ കറി ഇച്ചിരി മുറ്റായിരുന്നു. മനസ്സിലല്ല വിങ്ങല്, പല്ലിനാണ് വിങ്ങല്. അല്ല, ഇയാൾക്ക് എക്സ്പീരിയൻസ് വല്ലതും ഉണ്ടോ? കൊള്ളാം, ഞാൻ നല്ലൊരു ട്രെയിലർ അല്ലേ. ഏത് സിനിമയുടെ? അതല്ല, ഈ മൃഗങ്ങളൊക്കെ മരിക്കുന്ന ട്രെയിനർ. അതേ ട്രെയിനർ. ഇപ്പൊ തന്നെ ഉദാഹരണത്തിന് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു അപകടകാരി ഒരു വലിയൊരു ഡോഗിനെ മേച്ചിട്ടല്ല വരുന്നത്. ഏത് ഡോഗ്? 4 വീലർ. ഈ മുഖം ചുണ്ടൊക്കെ അങ്ങനെ ഏറെ ദിക്കിലൊക്കെ പോയിട്ട് അത് റോഡ് വീലർ. അങ്ങനെയും പറയാം. ഇയാളീ മുതലേ നോക്കിയിട്ടുണ്ടോ? നല്ല മുതലാട്ടോ. അതല്ല, വെള്ളത്തിൽ കിടക്കുന്ന മുതലേ നോക്കിയിട്ടുണ്ടോ? ചീങ്കണ്ണി എത്രയോ മുതലുകൾ എന്റെ കൈ കൂടെ പോണെന്ന് അറിയാമോ? ഈ മുതലയുടെ വായി കൈ ഇട്ടിട്ടുണ്ടോ? അതെ, മുതലയുടെ വായന, അല്ലാണ്ട് ബിവറേജിന്റെ കൗണ്ടറിലെ കൈ ഇട്ടോക്കാനായിട്ട്. സിംഹത്തിന്റെ പല്ലെണ്ണീട്ടുണ്ടോ? ഇയാൾക്ക് കൊല്ലിക്കണ ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ. ഈ ഹിപ്പോപ്പൊട്ടാമസിന്റെ വയറ്റിൽ പൊട്ടാസ് വെച്ച് പൊട്ടിച്ച്. താനല്ല. പിന്നെ സമയം എടുക്കാനുള്ള മരുന്നുകളെല്ലാം ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. പൂച്ചയ്ക്കാണോ? അല്ല, തനിക്കാ. എനിക്കാ. ചില സമയത്ത് ലിജിമോക്ക് വാച്ചുവതല്ലേ നമ്മളെ അള്ളു. തള്ളണത്. അല്ല, സത്യമായിട്ട്
നോക്കിക്കോളും. അപ്പൊ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പിന്നെ സൂക്ഷിക്കണം, ഇടയ്ക്കെന്റെ പൂച്ച കക്കും. നിങ്ങളുടെ പൂച്ചനെ കക്കുള്ളൂ. എന്റെ അച്ഛൻ കക്കും, അമ്മാവൻ കക്കും, ചുറ്റപ്പൻ കക്കും, ഞാനും കക്കും. അതല്ലെന്ന്, പൂച്ച വാള വെക്കും. അപ്പൊ രണ്ടെണ്ണം അടിച്ച് ഞാനും വാളിക്കാലോ. അയ്യോ ഇതേണ്ട ഇച്ചിച്ച് കിടക്കണ്. അയ്യോ അതും പെറ്റിട്ടതാ. നിങ്ങളൊക്കെ സമ്മതിക്കണം കേട്ടോ, നിങ്ങൾക്ക് ഇച്ചിച്ചാണ് പറ്റുന്നത്. അയ്യോ അതല്ല, എന്റെ ഡോഗ് ഇട്ടതാന്ന്. അത് കാണാൻ പറ്റുമോ? പിന്നെന്താ വന്നാട്ടെ. ദേ, എന്റെ അയ്യോ, ഇതിന് ഡോഗിനെ കാണാൻ പറ്റുമോ? അതൊക്കെ പറയാ. ഇയാളെ മെയിൻ ആയിട്ട് കൊണ്ടുവന്നത് കിട്ടുണിയെ നോക്കാനാ. 2 ആഴ്ചയായി വാങ്ങിച്ചിട്ട് അങ്ങോട്ട് ഇണങ്ങുന്നില്ല. ഇണങ്ങുന്നില്ല അല്ലേ? ഇണങ്ങാത്ത ഏത് ഇപ്പൊ ശരിയാക്കി ഇണങ്ങാത്ത ഏത് മൃഗത്തെ മെരുക്കുന്ന ആളാണല്ലോ ഞാൻ. അപ്പൊ ഞാൻ ജോലിക്ക് കയറാണേ. അയ്യോ കിട്ടുണിക്ക് മതപ്പാടുള്ള കാര്യം പറഞ്ഞില്ല. അതേ കിട്ടു കിട്ടു ചെന്ന് കയറിക്കോടി, ഇപ്പൊ കിട്ടും. എന്റെ അമ്മ. ഓ മെരുക്കാൻ വന്ന ആളിപ്പൊ മരിച്ചു കാണുമോ എന്തോ.